കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് നമ്മൾ നിരന്തരം അറിയിക്കുകയാണ് അവരെ അറിയിക്കുക. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇന്നലെ അത് വിശദീകരണം പറഞ്ഞിരുന്നല്ലോ. നമ്മളത് തീരുന്ന മുറയ്ക്ക് നമ്മളത് അവരെ അറിയിക്കുന്നുണ്ട്. നമ്മൾ അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കെല്ലാം ഇപ്പോൾ കത്തിലൂടെ അറിയിക്കേണ്ട കാര്യമില്ല. നമുക്ക് അവിടുത്തെ HDSൻ്റെ ഒരു സ്റ്റാഫ് ഞങ്ങൾക്ക് തന്നെ ഉണ്ട്. അവരവിടെ സാലറി വാങ്ങിക്കാൻ പോകുമ്പോഴും മറ്റേ ആവശ്യത്തിന് പോകുമ്പോഴും അവർ പോയി പറയാറുണ്ട്. ഷഹാന എന്നാണ് ആ കുട്ടിയുടെ പേര്, ഷഹാന. ആ കുട്ടിയോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അത് ഞാൻ ഇന്നലെ വിളിച്ച് ചോദിച്ചിരുന്നു, നീ പറഞ്ഞിരുന്നോ? അപ്പോൾ അത് പറഞ്ഞു, പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കത്ത് മുഖേന അറിയിക്കാനുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത് പറയാൻ എനിക്ക് നാണക്കേടുണ്ട്. ഈ കത്തടിക്കാനുള്ള പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം. കാരണം അവിടെ ഒരു പ്രിൻ്റ് എടുക്കാനുള്ളൊരു പേപ്പർ പോലും നമുക്കവിടെ കിട്ടിയിട്ടില്ല. ഒന്നുകിൽ നമ്മളത് പൈസ കൊടുത്ത്, ഞാൻ 500 പേപ്പർ വെച്ച് വാങ്ങിച്ച് എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്ത്. അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ട് ഞാൻ ഒരു സെറ്റ് പേപ്പർ വാങ്ങിച്ചാണ് നമ്മുടെ ഈ പേപ്പർ തന്നെ അടിച്ചു കൊടുക്കുന്നത്. അത്രയും വലിയ ഗതികേടാണ്. പിന്നെ എങ്ങനെയാണ് നമുക്കിങ്ങനെ പേപ്പറിൽ എപ്പോഴും അടിച്ചു കൊടുക്കാൻ പറ്റുന്നത്? പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഓഫീസില്ല, എനിക്ക് സ്വന്തമായിട്ട് സ്റ്റാഫില്ല, എനിക്ക് സ്വന്തമായിട്ട് ഒരു പ്രിൻറ്റിങ് മെഷീൻ പോലും ഇല്ല. അത് പിന്നെ നമ്മൾ പലരുടെയും കൈയും കാലം പിടിച്ചിട്ടാണ് ഇത് എഴുതിയൊക്കെ കൊടുക്കാൻ. അതിനൊന്നും എനിക്ക് ടൈം കിട്ടത്തില്ല. മാത്രമല്ല, നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിംഗ് കൂടി വളരെ സീരിയസ് ആയിട്ട് ഒരു അത്യാവശ്യമുള്ള ഒരു കാര്യം, അതിൻ്റെ ആ ഒരു ആവശ്യകത മനസ്സിലാക്കി നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ അത് പേഷ്യൻ്റ് കെയറിനുള്ള സാധനമാണ്. അല്ല നമ്മുടെ അവിടെ എന്തെങ്കിലും ടൈല് മാറ്റിയിടാനോ അല്ലെങ്കിൽ ബാത്റൂം കെട്ടാനോ ഉള്ളതൊന്നുമല്ല. ഒരു പേഷ്യൻറ്റിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള രക്ഷാ മാർഗങ്ങളാണ്, ജീവൻ രക്ഷിക്കാനുള്ള, ജീവിതത്തിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉപകരണമാണ്. അതിന് അടിയന്തിരമായിട്ടുള്ള ഇതാണ്. രക്തസമിതിക്ക് അത് മനസ്സിലായോ എന്തോന്നാണ് അറിയില്ല. അതെന്തായാലും അത് എല്ലാവരും മനസ്സിലാക്കണം. അത് ഇതിനകത്ത് സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഇതിനകത്ത് വരേണ്ട കാര്യമില്ല. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അല്ല ഇതിൻ്റെ കാരണം. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു പൗരൻ്റെ ജീവിതത്തിനെ സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണവശാലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല.